ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബില്ലുകൾ കേന്ദ്ര സർക്കാർ ഇന്ന് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടും. ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ഡൽഹിയിൽ. ഇന്ത്യ ചൈന അതിർത്തി വിഷയങ്ങളിൽ ക്രിയാത്മക നടപടികൾ കൈക്കൊള്ളുന്നതിനുള്ള ഏറ്റവും പുതിയ കരാറിനെ സ്വാഗതം ചെയ്ത് UN. ഇടുക്കി തങ്കമണിയിൽ വ്യാപാരശാലയിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ച് വൻ തീപിടുത്തം. ഡോൾഫിൻ ടാഗിംഗ് ആദ്യമായി നടത്തി വന്യജീവി സംരക്ഷണത്തിൽ ചരിത്ര നേട്ടം കുറിച്ച് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് വനിതാ T20 പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് കേരളം ഒഡീഷ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബില്ലുകൾ കേന്ദ്ര സർക്കാർ ഇന്ന് സംയുക്ത പാർലമെന്ററി സമിതിക്ക് കൈമാറും. 21 ലോക്സഭാംഗങ്ങളും 10 രാജ്യസഭാംഗങ്ങളും ഉൾപ്പെടെ 31 പാർലമെന്റ് അംഗങ്ങൾ അടങ്ങുന്നതാണ് നിർദ്ദിഷ്ട സമിതി. BJP നേതാക്കളായ PP ചൌധരി, അനുരാഗ് സിംഗ് താക്കൂർ, പർഷോത്തം രൂപാല, കോൺഗ്രസ് നേതാക്കളായ പ്രിയങ്ക ഗാന്ധി, മനീഷ് തിവാരി, TMCയുടെ കല്യാൺ ബാനർജി, NCP-SP-യുടെ സുപ്രിയ സുലെ എന്നിവരും ഉൾപ്പെടുന്നു. വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി കമ്മിറ്റി യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. ലോക്സഭാ MP ജഗ്ദാംബിക പാലിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ബിൽ സംബന്ധിച്ച് ഓൾ ഇന്ത്യ ഷിയ പേഴ്സണൽ ലോ ബോർഡ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമ്മിറ്റി മുൻപാകെ അവതരിപ്പിച്ചു. നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ നിന്നുള്ളവരിൽ നിന്നും JPC അഭിപ്രായങ്ങൾ ശേഖരിക്കും. രാജ്യത്തുടനീളമുള്ള വഖഫ് സ്വത്തുക്കളുടെ മാനേജ്മെന്റും നിയന്ത്രണവും പരിഷ്കരിക്കുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. ഡോക്ടർ BR അംബേദ്കറിനെതിരെ വീണ്ടും വ്യാജ വാർത്ത സൃഷ്ടിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. 40 വർഷം ഡോക്ടർ അംബേദ്കറിന് ഭാരതരത്ന നിഷേധിച്ച കോൺഗ്രസ് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ അംബേദ്കറെ ആദരിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല സുരക്ഷാ യോഗം ചേരും. ജമ്മുകശ്മീരിലെ സ്ഥിതിഗതികൾക്ക് പ്രത്യേക ഊന്നൽ നൽകി നിർണായക സുരക്ഷാ വിഷയങ്ങളും യോഗം ചർച്ച ചെയ്യും. ജമ്മുകശ്മീരിലെ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനുള്ള മാർഗങ്ങൾ അവലോകനം ചെയ്യാൻ ലക്ഷ്യമിടുന്ന യോഗത്തിൽ ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും പങ്കെടുക്കും. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഇന്ത്യയാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ന്യൂനപക്ഷ അവകാശ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വസുധൈവ കുടുംബകം എന്ന ഇന്ത്യൻ സംസ്കാരം രാജ്യത്തെ എല്ലാവർക്കും തുല്യ അവസരങ്ങളും അവകാശങ്ങളും ഉറപ്പാക്കുന്നതായും ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളി നേരിടാൻ വികസനവും സുസ്ഥിരതയും സന്തുലിതമാക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പാർലമെന്റ് ഹൌസ് കോംപ്ലക്സിൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലെ ഓഫീസർ ട്രെയിനികൾക്കുള്ള പരിശീലനം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്നും മിഷൻ ലൈഫിനൊപ്പം ഇത് നേരിടുന്നതിൽ ഇന്ത്യ മുന്നിലാണെന്നും ശ്രീ ബിർള പറഞ്ഞു. दुनिया के अंदर सबसे बड़ी चुनौती है तो जलवायु परिवर्तन, और इस चुनौतियों से निपटने के लिए हमारी बहुत बड़ी दूरदृष्टि, हमारे संस्कार, विचार, हमारी कार्यप्रणाली हमेशा पर्यावरण के अनुकूल रही है. जब दुनिया पर्यावरण के अनुकूल जीवन शैली जीने लगेगी तो निश्चित रूप से हम पर्यावरण को सुरक्षित रख पाएंगे. आने वाले समय के अंदर हम वन को संरक्षण भी करेंगे और जलवायु परिवर्तन से निपटने में हमारे किए गए उपाय दुनिया के लिए मार्गदर्शन. മുംബൈയിൽ യാത്രാ ബോട്ട് അപകടത്തിൽ 13 മരണം. മരിച്ചവരിൽ 10 പേർ സാധാരണക്കാരും 3 പേർ നാവിക ഉദ്യോഗസ്ഥരുമായിരുന്നുവെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് അറിയിച്ചു. 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. അമിത വേഗത്തിലായിരുന്ന നാവികസേനയുടെ ബോട്ട് യാത്രാ ബോട്ടുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായതെന്ന് ശ്രീ ഫഡ്നവിസ് മാധ്യമങ്ങളെ അറിയിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. മുംബൈ ബോട്ടപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നൽകും. ആദ്യമായി ഡോൾഫിൻ ടാഗിംഗ് നടത്തി വന്യജീവി സംരക്ഷണത്തിൽ ചരിത്ര നേട്ടം കുറിച്ച് ഇന്ത്യ. പ്രോജക്ട് ഡോൾഫിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് അസമിൽ ആദ്യമായി ഗംഗ ഡോൾഫിൻ ടാഗിംഗ് നടത്തിയത്. ജീവിവർഗ്ഗങ്ങളുടെ ആദ്യ ടാഗിംഗാണ് ഇതെന്ന് പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം അറിയിച്ചു.
പഞ്ചാബിൽ ഫിറോസ്പൂർ റെയിൽവേ ഡിവിഷന്റെ കീഴിലുള്ള 52 സ്ഥലങ്ങളിൽ കർഷകർ ട്രെയിൻ തടഞ്ഞു. കർഷകർ നടത്തുന്ന റെയിൽ റോക്കോ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ട്രെയിൻ തടയൽ സമരം നടന്നത്. വിളകളുടെ കുറഞ്ഞ താങ്ങുവിലയ്ക്ക് നിയമപരമായ ഉറപ്പ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ ഗ്രാമമായി ഗുജറാത്തിലെ ബനസ്കന്ത ജില്ലയിലെ മസാലി ഗ്രാമം. 800 പേർ താമസിക്കുന്ന മസാലി ഗ്രാമത്തിലെ 119 വീടുകളിൽ പ്രധാനമന്ത്രി സൂര്യഘർ യോജനയ്ക്ക് കീഴിൽ സോളാർ മേൽക്കൂര സ്ഥാപിച്ചു. ഈ വീടുകളിലെല്ലാം 225 കിലോ വാട്ടിലധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും 40 കിലോമീറ്റർ അകലെയാണ് മസാലി ഗ്രാമം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 21, 22 തീയതികളിൽ കുവൈറ്റ് സന്ദർശിക്കും. കുവൈറ്റ് അമീറിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ബീജിംഗിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. കിഴക്കൻ ലഡാക്കിൽ 4 വർഷത്തിലേറെയായി മരവിപ്പിച്ചിരുന്ന ഉഭയകക്ഷി ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക, യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സമാധാനം നിലനിർത്തുക തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും അതിർത്തി പ്രശ്നങ്ങളിൽ ക്രിയാത്മക നടപടികൾ കൈക്കൊള്ളുന്നതിനുമുള്ള ഏറ്റവും പുതിയ കരാറിനെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സ്വാഗതം ചെയ്തു. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ബീജിംഗിൽ നടത്തിയ പ്രത്യേക യോഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. വർണ്ണവിസ്മയങ്ങളുമായി 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 7ാം ദിനം. ഭ്രമയുഗം, ഫയർ, അവർണോ എന്നിവയുൾപ്പെടെ 68 ചിത്രങ്ങളുടെ പ്രദർശനം ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ന് ചലച്ചിത്രാസ്വാദകർക്ക് വൈവിധ്യമാർന്ന ചിത്രങ്ങളുടെ ദൃശ്യവിരുന്നാണ് കാത്തിരിക്കുന്നത്. കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ ലോസ്റ്റ് ഇൻ അർമേനിയ, പരാജനോവ് സ്കാൻഡൽ, അമേരിക്കേറ്റ് സി എന്നീ 3 അർമേനിയൻ ചിത്രങ്ങളും 7ാം ദിനം പ്രദർശനത്തിനെത്തും. മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ VC അഭിലാഷിന്റെ എ പാൻ ഇന്ത്യൻ സ്റ്റോറിയാണ് 7ാം ദിനത്തിലെ മറ്റൊരു ശ്രദ്ധേയ ചിത്രം. ഇന്ത്യൻ സ്വതന്ത്ര സിനിമയിലെ സ്ത്രീകളുടെ പങ്കെന്ന വിഷയത്തിൽ രാവിലെ 11 മണിക്ക് ഫീമെയിൽ വോയിസസ് പാനൽ ചർച്ച നടക്കും. ചലച്ചിത്രമേള നാളെ സമാപിക്കും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് വനിതാ T20 പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് നവി മുംബൈയിലെ DY പാട്ടീൽ സ്പോർട്സ് അക്കാദമിയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്കാണ് മത്സരം. ഓരോ കളികൾ ജയിച്ച് ഇരു ടീമുകളും 1-1 സമനിലയിലാണ്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഇന്ന് ഒഡീഷയെ നേരിടും. രാവിലെ 9 മണിക്ക് ഹൈദരാബാദിലാണ് മത്സരം. നിലവിൽ 6 പോയിന്റുമായി കേരളം 2ാം സ്ഥാനത്താണ്. ഇടുക്കി തങ്കമണിയിൽ വൻ തീപിടുത്തം. വ്യാപാരശാലയിൽ സൂക്ഷിച്ചിരുന്ന 12ഓളം ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തം ഉണ്ടായത്. കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചു. സമീപത്തെ കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പത്തനംതിട്ട കോന്നി അപകടത്തിൽ മരിച്ചവർക്ക് വിട നൽകാനൊരുങ്ങി ജന്മനാട്. 4 പേരുടെയും സംസ്കാരം ഇന്ന് കോന്നി മല്ലശ്ശേരി പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ നടക്കും. മത്തായി ഈപ്പൻ, മകൻ നിഖിൽ, മരുമകൾ അനു, അനുവിന്റെ പിതാവ് പുത്തൻവിള കിഴക്കേതിൽ ബിജു P. ജോർജ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. രാവിലെ വീടുകളിലെ അന്ത്യ ശുശ്രൂഷകൾക്ക് ശേഷം ഉച്ചയ്ക്ക് പള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. ആകാശവാണി തൃശൂർ പ്രോഗ്രാം മേധാവി M. ബാലകൃഷ്ണൻ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് പുലർച്ചെ 2-നായിരുന്നു അന്ത്യം. സംസ്കാരം തിരുവല്ലാമല ഐവർ മഠത്തിൽ ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് നടക്കും. 90കളിൽ ആകാശവാണിയിൽ പൊതുജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന രീതിയിൽ പ്രോഗ്രാമുകൾ കൊണ്ടുവന്നത് M. ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബില്ലുകൾ കേന്ദ്ര സർക്കാർ ഇന്ന് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടും. ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ഡൽഹിയിൽ. ഇന്ത്യ ചൈന അതിർത്തി വിഷയങ്ങളിൽ ക്രിയാത്മക നടപടികൾ കൈക്കൊള്ളുന്നതിനുള്ള ഏറ്റവും പുതിയ കരാറിനെ സ്വാഗതം ചെയ്ത UN. ഇടുക്കി തങ്കമണിയിൽ വ്യാപാരശാലയിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ച് വൻ തീപിടുത്തം. ഡോൾഫിൻ ടാഗിംഗ് ആദ്യമായി നടത്തി വന്യജീവി സംരക്ഷണത്തിൽ ചരിത്ര നേട്ടം കുറിച്ച് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് വനിതാ T20 പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് കേരള ഒഡീഷ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.